വേദിയിലും സദസ്സിലും ഉള്ള പ്രിയരെ, പി ജിയെ പോലുള്ള ഒരു മഹാമനീഷിയുടെ സ്മരണ പുതുക്കുന്ന ഈ വേളയിൽ ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ക്ഷണിക്കപ്പെടുക വഴി എനിക്ക് ഒരു പ്രിവിലേജ് കിട്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പി ജി എന്നത് ഒരു ചെറിയ പേരല്ല, മാത്രമല്ല ഇന്ന് അതൊരു പാഠം കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ സാധാരണഗതിയിൽ ഈ സ്വാതന്ത്ര്യ സമരകാലത്തെ നേതാക്കളൊക്കെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവരൊക്കെ വ്യക്തികൾ എന്നതിലുപരി പാഠങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ദൈനംദിന ചരിത്രത്തിൽ, ദൈനംദിന രാഷ്ട്രീയ ചരിത്രമായാലും സാമൂഹ്യ ചരിത്രമായാലും സാംസ്കാരിക ചരിത്രമായാലും ഒരു പ്രതിസന്ധി വരുമ്പോൾ പ്രഭവങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. ഒരുപക്ഷെ വ്യാഖ്യാനങ്ങളിലേക്ക് പോലുമല്ല, മറിച്ച് ഒറിജിൻസിലേക്ക് പോകാനുള്ളൊരു പ്രവണത സ്വാഭാവികമായിട്ട് ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ പി ജി എന്നൊരു സോഴ്സാണ്, ഒരു പ്രഭാവമാണ്. എങ്കിൽ പോലും പി ജിയെ നമ്മൾ ഈ 12 കൊല്ലത്തിന് ശേഷം തിരിഞ്ഞു നോക്കി ഏത് തരത്തിലാണ് പുനർനിർവചിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രയാസപ്പെട്ട കാര്യം കൂടിയാണ്. കാരണം കേരളത്തിൽ നവോത്ഥാനത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലൊക്കെ തന്നെ വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നവോത്ഥാനത്തിൻ്റെ ഊർജങ്ങളെ രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് കൊണ്ടുപോരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, നവോത്ഥാന കാലഘട്ടം നമ്മളെപ്പോഴും അനുസ്മരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നവോത്ഥാനത്തെക്കുറിച്ച്, നായകരെക്കുറിച്ചൊക്കെ ധാരാളം പഠനങ്ങൾ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ധാരാളം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ നവോത്ഥാന പ്രക്രിയ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം നടന്ന കാര്യമൊന്നുമല്ല. അത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പം മഹാരാഷ്ട്ര പോലെയുള്ളൊരു സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ കേരളത്തിനേക്കാൾ ഒരുപക്ഷെ ഗംഭീരമായിട്ട് ഈ നവോത്ഥാന പ്രക്രിയ നടന്നിട്ടുള്ളതായി കാണാൻ പറ്റും. അവിടെ റാനഡ ഉണ്ടായിരുന്നു, മഹാത്മാ ഫൂലെ പോലെയുള്ള, നമ്മുടെ ശ്രീനാരായണ ഗുരു പോലെയൊക്കെയുള്ള വലിയ വ്യക്തിത്വം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിരുന്ന സാവിത്രി ഫൂലെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ബി ആർ അംബേദ്കറെ പോലുള്ള ഒരാൾ 1925കളിൽ തന്നെ മഹാരാഷ്ട്രയിലെ സാമൂഹ്യ പ്രക്രിയയിൽ ഇടപെടുന്നുണ്ട്. ഇങ്ങനെ പണ്ഡിത രമാബായി പോലെയുള്ള വലിയ, ഇപ്പോഴും എന്താ പറയുക, അൺസങ് വുമൺ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വലിയ സ്ത്രീ നേതാവ് അവിടുന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നവോത്ഥാന കാലത്ത് അത്തരം ഒരു കമ്പാരിസൺ നമുക്ക് കാണിക്കാനില്ല. പണ്ഡിത രമാബായിയെ പോലുള്ള ഒരു വ്യക്തിത്വത്തിനെ എടുത്ത് കാണിക്കാൻ നമുക്കില്ല. നമ്മൾ സാധാരണ ഈ വിവേകാനന്ദൻ ചിക്കാഗോയിൽ പോയതിനെ പറ്റി ധാരാളം പറയും. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പ്രസംഗിച്ചതിനെ പറ്റിയും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിൽ തൊട്ട് പഠിക്കും. ആ സർവമത സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ പങ്കെടുത്ത ആളാണ് ഈ പണ്ഡിത രമാബായി എന്ന് പറയുന്ന സ്ത്രീ. പണ്ഡിത രമാബായി ചിത്പാവൻ കുലത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ ബ്രാഹ്മണ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ വിസ്മരിക്കാൻ പറ്റാത്തൊരു കുലമാണല്ലോ ചിത്പാവൻ ബ്രാഹ്മണ കുലം എന്ന് പറയുന്നത്. അവിടെ ജനിച്ച സ്ത്രീയാണ്. അവർ ഡീക്ലാസ് ചെയ്തിട്ട് ഈ മഹാത്മാ ഫൂലെയുടെ അടുത്ത് ചെല്ലുന്നു. അവിടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ ഹിന്ദുമതം, ഈ അംബേദ്കർക്കൊക്കെ ഹിന്ദുമതത്തിൻ്റെ പരിമിതി ബോധ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ബോധ്യപ്പെട്ട് ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനിയായിട്ട് തീർന്ന്, സിസ്റ്ററായിട്ട് തീർന്നിട്ട് അവിടെ ചെല്ലുമ്പം അവിടെയും ഈ പറയുന്ന തരത്തിലുള്ള ജാതിയുടെ പോലെ അല്ലെങ്കിലും മറ്റ് ഹൈറാർക്കി അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ കലഹിക്കുന്നു. അങ്ങനെ ഒരു സ്ത്രീയാണ് പണ്ഡിത രമാബായി. അവരും ചിക്കാഗോയിലെ ഈ സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നുണ്ട്. വിവേകാനന്ദൻ പങ്കെടുത്ത അതേ സമ്മേളനത്തിൽ തന്നെ വിവേകാനന്ദൻ അവിടെ സാഹോദര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഈ ലോകസമസ്തോ സുഖിനോ ഭവന്തു പോലെയുള്ള വാക്യങ്ങളാണെന്നും അങ്ങനെ ഒരു സാഹോദര്യത്തിനായി വാദിക്കുന്ന ഒരു മതമാണ് തൻ്റേതെന്നുമാണ് വിവേകാനന്ദൻ പറഞ്ഞത്. പണ്ഡിത രമാബായി നേരെ എതിരാണ് പറഞ്ഞത്. എന്നെപ്പോലെയുള്ള ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അന്തരീക്ഷം ഒരുക്കുന്ന ഒരു മതമാണെന്നാണ് അതേ സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. അപ്പോൾ അത്തരം ആൾക്കാരൊക്കെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. പക്ഷേ മഹാരാഷ്ട്രയുടെ ചരിത്രവും കേരളത്തിൻ്റെ ചരിത്രവും നോക്കുമ്പോൾ ഈ 1947 ആഗസ്റ്റ് 15 ശേഷം ഈ ജനാധിപത്യ ഭരണകൂടങ്ങൾ ഉടലെടുത്തതിന് ശേഷം
മഹാരാഷ്ട്രയിൽ ഈ മൂല്യങ്ങളൊക്കെ തന്നെ അസ്തമിക്കുകയുണ്ടായത്. എന്ന് പറഞ്ഞാൽ പുതിയ രാഷ്ട്രീയ പരിസരത്തിലേക്ക് ഈ നവോത്ഥാന മൂല്യങ്ങളെ കയറ്റിക്കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതേസമയം കേരളത്തിൽ നടന്നിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നവോത്ഥാന മൂല്യങ്ങളെ ഒരു പരിധിവരെയെങ്കിലും രാഷ്ട്രീയ മൂല്യങ്ങളാക്കി മാറ്റാൻ നമ്മുടെ ഈ പറയുന്ന ഈ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്ന ജനാധിപത്യ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്ന ആ പ്രോസസ്സിൽ ആദ്യകാല പ്രോസസ്സിൽ അത് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ വാഹകരായിട്ട് ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നവോത്ഥാന മൂല്യങ്ങളിൽ തൊട്ട് നിന്ന് ഈ രാഷ്ട്രീയ മൂല്യങ്ങളിലും തൊട്ട് നിന്ന ചിലരുടെ പ്രവർത്തനങ്ങൾ അതിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട്. പി ജിയുടെ ഏറ്റവും വലിയ പങ്കെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ പി ജിയെ പറ്റി സാധാരണ പറയുമ്പോൾ ആഗമാനന്ദ സ്വാമികളുടെ അടുത്ത് നിന്ന് ഈ ഇടതുപക്ഷ പ്രവർത്തനത്തിലേക്ക് എത്തിയത് വലിയ ചേഞ്ചായിട്ടാണ് ആളുകൾ സംസാരിക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ അത് സ്വാഭാവികമായിട്ട് ചേഞ്ചാണ്. ആഗമാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞാൽ ഈ എന്തെങ്കിലും ഈ ഹിന്ദു സന്യാസ പാരമ്പര്യത്തിൽ പെടുന്ന ആളൊന്നുമല്ല. ഈ ശ്രീനാരായണ ഗുരു തന്നെ വിമത സന്യാസിയാണ്. ശരിക്കും പറഞ്ഞാൽ റബലാണ്. ശ്രീനാരായണ ഗുരു തന്നെ ചോദിച്ചപ്പോൾ എനിക്ക് ഇംഗ്ലീഷുകാരാണ് സന്യാസം തന്നതെന്നാണ്. ഇംഗ്ലീഷുകാർ സന്യാസം തന്നു എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം ജാതിയിൽ താണത് കൊണ്ട് തനിക്ക് സന്യാസം കിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ആ സന്യാസത്തിന് നിയമപരമായിട്ട് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് അന്ന് കോടതിയിൽ ഹാജരാവണ്ടെന്ന് പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു സന്യാസി ആയതുകൊണ്ട് ഈ കോടതിയിൽ ഇടയ്ക്കിടയ്ക്ക് സാധാരണ മനുഷ്യരെ പോലെ വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സന്യാസത്തിന് നിയമപരമായ സാധുത അവർ നൽകുന്നുണ്ട്. ആ സാധുത ഇല്ലെങ്കിൽ ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിനെ സന്യാസിയായി അന്നത്തെ ഒരു ഹിന്ദുമത ശൃംഖല അംഗീകരിക്കുമായിരുന്നു, അല്ലെങ്കിൽ പിൽക്കാല ഹിന്ദുമത ശൃംഖല അംഗീകരിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അപ്പോൾ ആ പരമ്പരയിൽ പെടുന്ന ഒരാളാണ് ആഗമാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത്, അല്ലാതെ ഒരു സാമ്പ്രദായിക സന്യാസ രീതിയിൽ വന്നിട്ടുള്ള ആളല്ല. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് പി ജി ഇവിടെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായ വളർച്ചയാണ്. ഒരു പാലം പടിയലായിരുന്നു അത്. ഈ നവോത്ഥാന മൂല്യങ്ങളിൽ നിന്ന് അതിനെ രാഷ്ട്രീയ മൂല്യങ്ങളായിട്ട് പരിവർത്തിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പാലം പണിയിലെ ഒരു വലിയ റോള് വഹിച്ച ആളാണ് പി ജി. ഇന്ന് 12 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പി ജിയുടെ വിയോഗശേഷം ഈ 12 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വലിയ കാര്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ അത് വലിയ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നോക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ പി ജി എങ്ങനെയാണോ ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ ഒറ്റ വാചകത്തിലോ അടയാളപ്പെടുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ മനസാക്ഷിയായിരുന്നു, നൈതിക മനസാക്ഷിയായിരുന്നു പി ജി എന്ന് ഒറ്റ വാചകത്തിൽ നമുക്ക് പറയാം. ആ വാചകം വലിയ മുഴക്കമുള്ള വാചകമാണ്, ഇടതുപക്ഷത്തിൻ്റെ നൈതിക മനസാക്ഷി എന്ന് പറയുന്നത്. കാരണം ഈ കേരളത്തിലായാലും ഇന്ത്യയിലായാലും മാർക്സിസം പോലെയുള്ള ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് ഒരു പക്ഷേ യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റിടത്തോ പ്രവർത്തിച്ച പോലെ ആയിരിക്കണം എന്നില്ല. എന്ന് പറഞ്ഞാൽ ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലോ ചില സംഘടനാ തത്വങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയോളജിക്കലായിട്ടുള്ള എലമെൻസോ അതിൻ്റെ വ്യാഖ്യാനോ പ്രകാരം ആവണമെന്നില്ല. മറിച്ച് അത് പ്രവർത്തിച്ചത് അതിൻ്റെ ഏർലി പീരീഡിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാൽ നൈതിക മൂല്യങ്ങളെ ഉള്ളിൽ ആവാഹിച്ചിട്ടാണ്. ഈ നൈതിക മൂല്യങ്ങളെ ഉള്ളിൽ ആവാഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഗാന്ധിയൻ എലമെൻ്റ് ഉണ്ട്, അതിൽ സോഷ്യലിസ്റ്റ് എലമെൻ്റ് ഉണ്ട്, ലോഹിയെ പോലുള്ള ആളുകളുടെ എലമെൻ്റ് ഉണ്ട്, പലതരത്തിലുള്ള ഒരുപക്ഷെ നെഹ്റുവിയൻ എലമെൻ്റ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള എലമെൻറ്റ്സ് കൂടിയിട്ടാണ് അതിൻ്റെ ഒരു നൈതികത ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടതുപക്ഷ നേതാക്കൾ തൊട്ട് നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഏറ്റവും നൈതികരായിട്ടുള്ള നേതാക്കളുടെ വ്യക്തിജീവിതവും അവരുടെ ചിന്താരീതിയും നോക്കിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഒരു യൂറോപ്യൻ മാർക്സിസ്റ്റ് എന്ന് വിളിക്കാവുന്ന തരത്തിലല്ല, മറിച്ച് മറ്റ് ചില നൈതിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളുടെ ഇടതുപക്ഷ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജീവിത ചരിത്രം എന്ന് പറഞ്ഞാൽ മനസ്സംഘർഷങ്ങളുടെ ചരിത്രം കൂടിയാണ്. അത് നമ്മൾ സാധാരണ പറയാറില്ല. ഒരുപക്ഷെ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ ആ കാലത്തെ പി ജിയെ പോലെ അത്രയും കാലം ജീവിച്ചിരുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ മനസ്സംഘർഷം അനുഭവിച്ചിട്ടുള്ള നൈതിക മൂല്യങ്ങൾ, താൻ പ്രതിനിധീകരിക്കുന്ന നൈതിക മൂല്യങ്ങൾ, പുറത്തെ ലോകം എന്ന് പറയുന്ന സംഘർഷം, പുറത്തെ ലോകം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ലോകം കൂടിയാവാതെ
ആ മനസ്സംഘർഷങ്ങൾ വലിയ തരത്തിൽ ആവാഹിച്ച ഒരു ജീവിതം ആയിരുന്നു പി ജിയുടേത്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിൻ്റെ നൈതിക മനസാക്ഷി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നലെയും അതെ, ഇന്നും അതെ, നാളെയും അതെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ രാജേഷ് അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ഈ പറയുന്ന നമ്മൾ BPL എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അതിൻ്റെ ആഴത്തിൽ നോക്കുമ്പോൾ ഇതാണ്, നൈതിക മൂല്യങ്ങളാണ് രാഷ്ട്രീയത്തെ പിടിച്ചു വയ്ക്കുക. മറ്റത് ടെക്നിക്കൽ രാഷ്ട്രീയമാണ്. എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ജനാധിപത്യം മാത്രമാണ്. ജനാധിപത്യം യഥാർത്ഥത്തിൽ അംബേദ്കർ പറഞ്ഞ പോലെ ഭരണഘടന അവതരിപ്പിച്ചിട്ടുള്ള പ്രസംഗത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്, ഈ രാഷ്ട്രീയമല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമേ അല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. അതാണ് ഒരു തരത്തിൽ, അതാ ഏറ്റവും അവസാനത്തെ എഫക്റ്റ് മാത്രമാണ്. ഏറ്റവും ആദ്യത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സമൂഹത്തെ, ഇന്ത്യൻ സമൂഹത്തെ ഓർഗനൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. അത് ഇന്നലത്തെ ഇന്ത്യൻ സമൂഹത്തിന് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ ജാതിബദ്ധമായിട്ടുള്ളൊരു ഹിന്ദു ജാതി വ്യവസ്ഥയെ നമുക്ക് ഇങ്ങോട്ട് എടുത്തു വയ്ക്കാൻ പറ്റില്ല. പുതിയൊരു സമൂഹ നിർമ്മിതി വേണം. പുതിയൊരു സമൂഹ നിർമ്മിതി നടത്തുമ്പോൾ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കൃത്യമായിട്ട് നിർവചിക്കണം. ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം തുല്യതയിൽ അധിഷ്ഠിതമാവണമെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സൊസൈറ്റിക്കുള്ളിൽ നടക്കണം. സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയ ജനാധിപത്യം പോലെ തന്നെയെന്ന് വെരി ഫസ്റ്റ് ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യ ജനാധിപത്യം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്കൊരു ഫാസിസത്തെയും പേടിക്കാനില്ല. കാരണം അത് സുദൃഢമായിട്ടുള്ള ഒരു സമൂഹമാണ്. ആ സുദൃഢമായിട്ടുള്ള സമൂഹത്തിൻ്റെ ഉള്ളിൽ നിരവധി തരത്തിലുള്ള ഡെമോക്രാറ്റിക് പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കും. ഈ പ്രോസസ്സുകൾ ഓരോ റൗണ്ട് പൂർത്തിയാക്കുന്നതിനനുസരിച്ചിട്ട് ജനജീവിതവും സമൂഹ ജീവിതവും കുറേ കൂടി ആധുനികവും നൈതികവുമായി മാറിക്കൊണ്ടിരിക്കും. അത്തരം ഒരു സൊസൈറ്റിയുടെ നിർമ്മാണമാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുക. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരിടത്തേക്കും നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാലോ, ഹിറ്റ്ലർ ഓട് പൊളിച്ചു വന്നതല്ല, ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിൽ കൂടെ ജയിച്ചു വന്നതാണ്. മുസോളിനി ഓട് പൊളിച്ചു വന്നതല്ല, മുസോളിനി തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങി ജയിച്ചു വന്നതാണ്. ഇവരൊന്നും പോയത് ജനാധിപത്യത്തിൽ കൂടിയല്ല, ഇവർ പോയത് യുദ്ധം വഴിയാണ്. സെക്കൻഡ് വേൾഡ് വാർ ഇല്ലെങ്കിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. നമുക്ക് ചാൻസസിലേക്ക് പോകണ്ട, അതിന് ഉത്തരമില്ല. എന്ന് പറഞ്ഞാൽ ജനാധിപത്യം ഇറ്റ്സെൽഫ് അത് നല്ലതോ ചീത്തയോ അല്ല. അതിനെ നല്ലതാക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ നൈതിക മൂല്യങ്ങളെ നിരവധി രീതിയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പ്രവർത്തിക്കുമ്പോൾ മാത്രം ഒരു ചരിത്രത്തെ, ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയെ അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത തരത്തിൽ ആണെങ്കിൽ അത് കെട്ടഴിഞ്ഞു പോവും. അതിന് യഥാർത്ഥ ചരിത്രത്തെ പിടിച്ചു വെക്കാനുള്ള കെൽപ്പ് ഇല്ലാതാവും. ഇത് പറഞ്ഞ അംബേദ്കറെ തന്നെ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അംബേദ്കർ ഭരണഘടനയൊക്കെ എഴുതി പ്രസിദ്ധനായി, ലോകം മുഴുവൻ അംബേദ്കറെ വാഴ്ത്തി. അംബേദ്കറുടെ ആ ഭരണഘടനയാണ് അതുവരെ ഉണ്ടായിട്ടുള്ള ഭരണഘടനയിൽ ഏറ്റവും മികച്ചതെന്ന് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ആദ്യത്തെ ഇലക്ഷനിൽ 51-52 ഇലക്ഷനിൽ ക്ലീനായിട്ട് തോറ്റു അംബേദ്കർ അല്ലേ? ഇതൊക്കെ ഉണ്ടാക്കിയ ഇതിൻ്റെ ശില്പി ആദ്യത്തെ ഇലക്ഷനിൽ ദാദറിൽ തോറ്റു. ജയിച്ച ആളെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? നാരായൺ ഗജ്റോൾക്കർ എന്നാണ്. ഞാനിത് പറയാൻ വേണ്ടി പഠിച്ചു വെച്ചതാണ്, അല്ലാതെ ഞാൻ ഓർമ്മ വെച്ചതല്ല. ഈ നാരായൺ ഗജ്റോൾക്കർ ആർക്കും ഓർമ്മയില്ല. ആദ്യത്തെ ഇലക്ഷനിൽ അംബേദ്കറെ തോൽപ്പിച്ച ആളാണ്. സി കേശവൻ ജീവിത സമരത്തിൽ ഒരു വലിയ സന്ദർഭം വിവരിക്കുന്നുണ്ട്. 1922 കുമാരനാശാൻ കൊല്ലത്തുനിന്ന് ഇലക്ഷന് നിന്നു. കുമാരനാശാൻ കൊല്ലത്ത് ഈ നോമിനേറ്റ് ചെയ്യുന്ന സമ്പ്രദായമൊക്കെ മാറ്റി നിർത്തിയിട്ട് ആദ്യത്തെ ഒരു ഇലക്ഷൻ പ്രോസസ്സ് നടക്കുകയാണ്. കുമാരനാശാൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കൃതികളും എഴുതിയിട്ടുണ്ട് ആ സമയത്ത്. കരുണയൊക്കെ ഒഴിച്ച് അവസാനത്തെ കൃതി ഒഴിച്ച് ബാക്കി എല്ലാം എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിയുടെ പരകോടിയിൽ നിൽക്കുന്ന കാലത്താണ് ഇലക്ഷൻ നിൽക്കുന്നത്. തോറ്റ് തരിപ്പണായി. അവിടെയും സി കേശവൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് എഴുതുമ്പോൾ എനിക്ക് ആ ജയിച്ച ആളെ പേര് എത്ര ഓർത്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഇത് എഴുതുമ്പോൾ ഈ ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എത്ര ആലോചിച്ചിട്ട് ആ പേര് കിട്ടില്ല, മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ തനിയെ ഒരിടത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഗതിയല്ല. അല്ലെങ്കിൽ അതിൻ്റെ ജയങ്ങൾ പോലും നമ്മൾ പുനഃപരിശോധിക്കപ്പെടും, പിൽക്കാലത്ത് തിരിഞ്ഞു നോക്കി പുനഃപരിശോധിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട്
അതിൻ്റെ ഉള്ളിൽ ഒരു മൂല്യപരമായിട്ടുള്ള ഒരു സൊസൈറ്റി, ഒരു സമൂഹത്തെ നിലനിർത്തുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ആ സമൂഹ നിർമ്മാണമാണ് ജനാധിപത്യത്തിലെ സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രസക്തമായ പ്രധാനപ്പെട്ട കാര്യം. അതിൽ പി ജി വലുതായ പങ്കുവച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ മനസ്സംഘർഷങ്ങളും പി ജിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ മനസ്സംഘർഷത്തിൻ്റെ ചരിത്രം കൂടിയാണ്. അപ്പോൾ പൊതുവേ അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കാറില്ല. അതുപോലും നമ്മുടെ പാഠപുസ്തകമാണ്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇന്നലത്തെ പോലെ ഒരു പോസിറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്ന സ്ഥലത്തല്ല. നമ്മൾ ജീവിക്കുന്നത് ഫാസിസത്തിൻ്റെ ഉള്ളിലാണ്. എൻ്റെ ഇവിടെ തന്നിട്ടുള്ള അചരിത്രവൽക്കരണത്തിൻ്റെ പാഠങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ കുടുംബ ഗ്രൂപ്പുണ്ട്, ഈ വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളുണ്ട്, 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പുണ്ട്, ഡിഗ്രിയുടെ ഗ്രൂപ്പുണ്ട്, ഓഫീസിൽ ഗ്രൂപ്പുണ്ട്, വീടിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ ഇതാണ് അല്ല, അച്ഛനും മോനും സംസാരിക്കുന്നത് ഗ്രൂപ്പ് വഴിയാണ്, സാമാന്യമായിട്ടുള്ള രീതിയാണ്. അപ്പം ഞാനൊരു ഹിന്ദു നാമധാരി ആയതുകൊണ്ട് ഈ ഹിന്ദു നാമധാരികളുടെ ഗ്രൂപ്പിലൊക്കെ, ഇപ്പോൾ കുടുംബ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവരായിരിക്കുമല്ലോ ഉള്ളത്, അതിലൊക്കെ ദിവസവും 4 മെസ്സേജ് വെച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഏതോ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന. അപ്പോൾ ആദ്യം എൻ്റെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഭൂരിപക്ഷം മതേതരരാണ്. എന്ന് പറഞ്ഞാൽ പുറത്തെങ്കിലും അങ്ങനെയാണ്, കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന മനുഷ്യരാണ്. പുറമെ അവർ മതേതര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ, അതിൻ്റെ ഉള്ളിൽ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആദ്യം ഇവരൊക്കെ ചാടി വീണിട്ട് ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പൊള്ളത്തരമൊക്കെ വെളിവാക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വരവിന് കുറവില്ല, പക്ഷെ നമ്മുടെ റെസിസ്റ്റൻസിന് കുറവ് വന്നു. റെസിസ്റ്റൻസിന് കുറവും വരെ മാത്രമല്ല, ആ പറഞ്ഞ കാര്യത്തിൽ ആ ഭാഗം ശരിയാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അത് അംഗീകരിക്കാം, പക്ഷെ നീ പറഞ്ഞ മറ്റു കാര്യം ശരിയല്ല എന്നുള്ള രീതിയിൽ അത് മാറാൻ തുടങ്ങി. അപ്പം കഴിഞ്ഞ കൊല്ലം ഒരു ദിവസം ഒരു മെസ്സേജ് വന്നത്, ശിവജിയും ഔറംഗസീബും തമ്മിലുള്ള ചരിത്രത്തിലെ ഒരു ഭാഗമാണ് ഈ മെസ്സേജിലുള്ളത്. നിങ്ങൾക്കറിയാം, ശിവജിയും ഔറംഗസീബും നിരന്തരമായ പോരാട്ടത്തിലായിരുന്നു. ചെറിയ പോരാട്ടമൊന്നും ആയിരുന്നില്ല. പലപ്പോഴും ഈ മറാത്ത സാമ്രാജ്യം വികസിപ്പിക്കുന്നതിൽ ആ പോരാട്ടത്തിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. ഔറംഗസീബ് മരിക്കാൻ കിടക്കുമ്പോൾ ശിവജിയെ വിളിക്കുകയാണ്. ശിവജിയെ ആളയച്ച് വിളിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ശിവജി, എനിക്കൊരു തെറ്റ് പറ്റി, നിന്നോട് പോരാടാൻ പോയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. അപ്പം ഞാൻ മരിക്കാൻ പോവാണ്, അതുകൊണ്ട് എനിക്ക് സ്വർഗപ്രവേശനം കിട്ടണമെങ്കിൽ ഈ തെറ്റ് ഞാൻ ഏറ്റു പറഞ്ഞേ തീരും. അതുകൊണ്ട് നിന്നോട് മാപ്പ് പറയുന്നു എന്നാണ് അതിലെ ചുരുക്കം. അപ്പോൾ പൊതുവേ ഈ ഹിന്ദുത്വവാദികളുടെ ഒരു രാഷ്ട്രസങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രസങ്കല്പം ഒന്നും അല്ലല്ലോ, നമ്മുടെ ചരിത്രമല്ല. അവരുടെ രാഷ്ട്രസങ്കല്പം ഹിന്ദു രാഷ്ട്രമായിരുന്നു എക്കാലത്തും ഇന്ത്യ. ആ ഇന്ത്യയെ ഇടയ്ക്കിടയ്ക്ക് മ്ലേച്ഛർ വന്ന് ആക്രമിക്കുന്നു, വീണ്ടും ഹിന്ദു ഇന്ത്യ വീണ്ടെടുക്കുന്നു എന്നുള്ളതാണ് പൊതുവെ അവർ പഠിപ്പിക്കുന്ന ഒരു പാഠം. ഈ പാഠം വളരെ ആഴത്തിൽ ഇന്ത്യൻ ജനമനസ്സിൽ ഉള്ളിൽ കിടക്കുന്നുണ്ട്. കേരളത്തിൽ വരെ അത് കിടക്കുന്നുണ്ട്. നമ്മളൊരു കൊച്ചു കുട്ടീനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇന്ത്യ എന്നാണ് നിലവിൽ വന്നത്, അല്ലെങ്കിൽ ഭാരതം എന്നാണ് നിലവിൽ വന്നതെന്ന് വെച്ചാൽ അത് പണ്ടേ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ അബോധത്തിൽ ആ സാധനം കയറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇത് 1947 ആഗസ്റ്റ് 15 ഉണ്ടായ ഒരു റിപ്പബ്ലിക്കാണെന്ന് ഒരാൾക്കും ബോധ്യമില്ലാത്ത വിധത്തിൽ ഇതിന് പഴമ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പഴമ ഈ തത്വത്തിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള മെസ്സേജാണിത്. എന്ന് പറഞ്ഞാൽ ഹിന്ദു ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ആളാണ് ശിവജി, മുസ്ലിം ഇന്ത്യയെ, മ്ലേച്ഛരുടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ആളാണ് ഔറംഗസേബ്. അപ്പോൾ അതുകൊണ്ട് മ്ലേച്ഛൻ മാപ്പി വയ്ക്കുകയാണ് ഹിന്ദുവിനോട്. ഇതാണ് പോയിന്റ്. അപ്പോൾ നമ്മുടെ മതേതരവാദികളൊക്കെ കയറി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അതിൻ്റെ തെളിവ് കൊണ്ടുപോകാം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഇവനാണെങ്കിൽ ഞാൻ തെളിവ് കൊണ്ടുവരാം, ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പല തെളിവും ഇല്ലാത്ത വ്യാജരേഖകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ, ശിവജി മരിച്ച് 28 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഔറംഗസീബ് മരിക്കുന്നത്. ഇതൊരാളും അന്വേഷിക്കില്ല അല്ലേ? നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ പ്രോഗ്രസീവ് പൊസിഷൻ എന്താ എടുക്കേണ്ടത് അതെടുത്തിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യാജമായ, അടിസ്ഥാനമായി വ്യാജമായ ഒരു ചരിത്രത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഈ സംവാദങ്ങൾ പലപ്പോഴും നടക്കുന്നത്.
ഇത് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സാംസ്കാരിക വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അത് സൃഷ്ടിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം 3.5 ലക്ഷം വരുന്ന പ്രചാരകർ, RSSൻ്റെ പ്രചാരകർ ഇന്ത്യയിൽ ദിവസവും ഈ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഈ പറയുന്ന പ്രചാരകർ എന്ന് പറഞ്ഞാൽ BJPയുടെ ആൾക്കാരല്ല, കുറേ കൂടി മിഷണറീസാണ് അവർ. മിഷണറീസായിട്ട് അവർ ഈ പറഞ്ഞ പോലെ കല്യാണമൊന്നും കഴിക്കാതെ അല്ല അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരാണ്. ഈ 3.5 ലക്ഷം പ്രചാരകർ ഇന്ത്യയിലെ ഈ മൊബൈൽ ഫോണുകളിൽ ഇന്ത്യയിലെ ഗ്രൂപ്പുകളിലേക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും TV-യിൽ വൈകുന്നേരം തുറന്നാൽ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗാഗാ വിളി, ഇങ്ങനെ അതിൻ്റെ പ്രശ്നം പേപ്പർ വായിച്ചാലുള്ള, ഇവിടെ ഒന്നുമല്ല ഈ പറയുന്ന ചരിത്ര നിർമ്മാണം കെടുക്കുന്നത്. അത് മേൽത്തട്ടിയിൽ എത്തിയിട്ടുണ്ടോ, ഇപ്പം സൗത്ത് ഇന്ത്യയിൽ അത് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലും എത്തി തുടങ്ങി എന്നുള്ളത് കഴിഞ്ഞ ഇലക്ഷൻ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള സൂചന നൽകുകയുണ്ടായി. അപ്പോൾ ഈ അടിത്തട്ടിലെ ഈ അചരിത്രവൽക്കരണം എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അചരിത്രവൽക്കരണത്തിൻ്റെ ഇരകളായിട്ട് സകല മനുഷ്യരും മാറുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. നമ്മൾ ഈ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചരിത്രം എന്ന് പറയുന്നത് വിസ്മരിക്കപ്പെടുകയും പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം മുഴുവൻ അട്ടിമറിക്കുകയും ചെയ്യുന്നു. പകരം നമ്മൾ ഇവരുണ്ടാക്കുന്ന ഈ അചരിത്രത്തിൻ്റെ ഉള്ളിൽ പ്രോഗ്രസീവായിട്ടുള്ള ഒരു സ്ഥാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അത്തരം ഒരു വലിയ തരത്തിലുള്ള ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ലോകം സവർക്കർ നിർമ്മിച്ച ലോകമാണ്. വെരി ഫസ്റ്റ് അത് അങ്ങനെ നിർമ്മിച്ചതാണ്. നിങ്ങൾക്കറിയാം 1923 പുറത്തിറങ്ങിയ ഹിന്ദുത്വ, പിന്നെ അത് എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ ഹൂ ഈസ് എ ഹിന്ദു എന്നൊക്കെയുള്ള പല പേര് പുറത്തിറങ്ങുണ്ടായി. ഈ 55 പേജുള്ള പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ വലിയ തരത്തിലുള്ള ഒരു അചരിത്രവൽക്കരണം നടക്കുന്നത്. ഇതിറങ്ങുന്നത് 23-ലാണ്. 23 സവർക്കർ ജയിലിലാണ്. സവർക്കർ പുറത്തു വരുന്ന 24-ലാണ്. അതായത് 50 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാണ് സവർക്കർ ജയിലിൽ പോകുന്നത്. 14 വർഷം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി. നിങ്ങൾക്ക് ആ ചരിത്രമൊക്കെ അറിയാം. ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന മാപ്പപേക്ഷകൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങി. ഇപ്പോൾ RSSകാർ പറയുന്നത് അത് മുഴുവൻ തന്ത്രപരമായിട്ടുള്ള ഒരടവായിരുന്നു, സ്ട്രാറ്റജി ആയിരുന്നു എന്നാണ്. ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രിട്ടീഷ് വിരുദ്ധത നിലനിർത്തുന്നു, ഒരു സന്ദർഭത്തിൽ അവരെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് അനുകൂലമാണെന്ന് കാണിക്കുന്നു എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളെയും സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പുസ്തകം എഴുതിയ പിന്നെ സവർക്കർ ഒരിക്കലും ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നിട്ടില്ല. മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്നിട്ട് നിരന്തരം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ മുഴുവൻ പിളർത്തിയിരുന്ന ആളാണ്. കാരണം ഈ ഹിന്ദുത്വം ഇറങ്ങുന്നത് ഈ പറഞ്ഞ് ജാലിയൻവാലാബാഗൊക്കെ പോലെ 1919 വലിയ തരത്തിൽ സ്വാതന്ത്ര്യ സമരം ആളിക്കത്തുന്നു. ഗാന്ധി സജീവമായിട്ട് രംഗത്ത് വരുന്നു. ഗാന്ധിയുടെ രംഗപ്രവേശം ഉണ്ടാവുന്നു. ആദ്യമായി മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചു ചേർന്ന് ഖിലാഫത്ത് പോലുള്ള മൂവ്മെൻ്റ് ഉണ്ടാവുന്നു. ഇങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ വലിയൊരു മൊമെൻ്റ് ഉണ്ടാവുന്ന സമയത്താണ് ഹിന്ദുത്വം ഇറക്കുന്നത്. അപ്പോൾ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ അടിസ്ഥാന പുസ്തകം മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ ടൂളുമായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് നെടുക പിളർക്കാൻ ഈ പറയുന്ന തരത്തിൽ ഈ മുസ്ലിം വിരുദ്ധമായ പുസ്തകം, മുസ്ലിങ്ങൾക്കെതിരെ അത്രയും വിരുദ്ധത ആളിക്കത്തിക്കുന്ന ഈ പുസ്തകം, അവർ മ്ലേച്ഛരാണ്, വിദേശികളാണ്, ഇന്ത്യക്കാരല്ല, ഒരു കാലത്തും അവർ ഇന്ത്യക്കാരാവില്ല എന്ന മട്ടിൽ പറയുന്ന ഈ പുസ്തകം എത്രമേൽ സഹായിച്ചു എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഈ ഹിന്ദു ഇന്ത്യ എന്ന് പറയുന്ന ഒരാശയത്തിൻ്റെ ഭൂമിശാസ്ത്രവും പൗരത്വ സങ്കല്പവും വരുന്നത്. ഈ ഭൂമിശാസ്ത്രവും പൗരത്വ സങ്കല്പവുമാണ് പിന്നീട് നിരന്തരമായിട്ട് നമുക്കുള്ളിൽ ഈ പറയുന്ന പലതരത്തിലുള്ള വ്യാജമായ ഇടപെടലുകൾ വഴി, സത്യാനന്തരമായിട്ടുള്ള ഇടപെടലുകൾ വഴി നമ്മുടെ പോലും അബോധത്തിൽ അവർ സ്ഥാനം സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ഈ അചരിത്രവൽക്കരണത്തിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ഹിന്ദു ഇന്ത്യ എന്ന് ഉള്ള നിർവചനമാണ്. ഇപ്പോൾ സവർക്കർ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മനു ഇന്ത്യയുടെ, പലപ്പോഴും ഈ ഹിന്ദുത്വ ഫാസിസത്തെ മനുവാദമായിട്ട് ഇക്വേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമായതുകൊണ്ടാണ്. കാരണം നവോത്ഥാനത്തിൽ ഈ മനുവാദത്തിന് വളരെ നേരിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഈ മനുവാദത്തെ, ബ്രാഹ്മണിസത്തെ
നമുക്ക് ഹിന്ദുത്വവുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് നേരിടാം. നമ്മുടെ ഒരു വലിയ പ്രശ്നം അതാണ്. എതിരാളി അവിടെ തന്നെ നിൽക്കുന്നു, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ വിചാരം. എതിരാളി ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയുള്ളൂ, അവർക്ക് അവരുടെ എവല്യൂഷൻ ഉണ്ടാകുന്നില്ല, നമ്മൾ മാത്രം ഇങ്ങനെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സംഗതിയാണ് പലപ്പോഴും മനുവാദത്തിൽ ഇവരെ തളച്ചിടുമ്പോൾ നടക്കുന്നത്. മനുവാദമല്ല ഹിന്ദുത്വം. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു റേസിസമാണ്, ഹിന്ദു വംശീയതയാണ്. അല്ലാതെ മനു പറയുന്ന പോലെ ബ്രാഹ്മണന്റെ ഇത്ര അടി അകലെ ഇവർ നിൽക്കണം, അടുത്ത ജാതി നിൽക്കണം, അതിൻ്റെ 64 അടി പിന്നാക്ക ജാതിക്കാർ നിൽക്കണം എന്ന് പറയുന്ന ഒരു സംഗതിയെ അല്ല സവർക്കറുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത്. മറിച്ച് അത് ഒരു വലിയ തരത്തിൽ ഹിന്ദു റേസിസമാണ്, ഹിന്ദു വംശീയതയാണ്. ഈ വംശീയത സ്ഥാപിക്കണമെങ്കിൽ ഈ വംശത്തിന് ഒരു ലാൻഡ് വേണം, ഒരു 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 പ്രദേശം വേണം. ഈ പ്രദേശത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് പുരാണം വായിച്ചു നോക്കിയാലും, എന്ത് സ്മൃതികൾ വായിച്ചു നോക്കിയാലും, എന്ത് ശ്രുതികൾ വായിച്ചു നോക്കിയാലും ഈ പറയുന്ന ഭാരതം എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സവർക്കർ എന്നെ അറിയാതെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ പുരാണങ്ങൾ അല്ലെങ്കിൽ സ്മൃതി ശ്രുതി പുരാണോക്ത ആ പറയുന്ന ആ വലിയ സഞ്ചയത്തിൽ ഭാരതം എന്ന് പറയുന്നിടത്തൊക്കെ ഞാൻ തപ്പി നോക്കിയപ്പോൾ അത് പലതും മഹാഭാരതം എന്ന് പറയുന്ന എപ്പിക്കിനെ പറ്റിയിട്ടാണ്, ഈ പ്രദേശത്തെ പറ്റിയല്ല. പക്ഷെ അതിൻ്റെ അർത്ഥം ഇതില്ല എന്നുള്ളതല്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇത് അടയാളപ്പെടുത്തണം. ഹിന്ദു റേസ് ആയി ഹിന്ദുവിനെ കാണുമ്പോൾ ഈ റേസ് നിലനിൽക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കണം. അപ്പം പുള്ളി ഉണ്ടാക്കിയതാണ് സിന്ധു മുതൽ സിന്ധു വരെ എന്ന് പറയുന്ന സങ്കല്പം. ഇതാണ് ആദ്യത്തെ സങ്കല്പം. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറേ രാജ്യങ്ങൾ ഹിന്ദു നാട്ടുരാജ്യങ്ങളാണ്, കുറേ രാജ്യങ്ങൾ മുസ്ലിം നാട്ടുരാജ്യങ്ങളാണ്, കുറേ ഭൂരിപക്ഷ ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കയ്യിലാണ്. ആ സമയത്താണ് ഇത് ഈ സങ്കല്പം ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു റിപ്പബ്ലിക് ഇല്ല അന്ന്. ഒരു ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്നത്തെ പോലെ ഒരു സോളിഡായിട്ടില്ല. ഇങ്ങനെ കുറേ 10-600 നാട്ടുരാജ്യങ്ങൾ, പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു സിന്ധു മുതൽ സിന്ധു വരെയുള്ള പ്രദേശമാണ് ഹിന്ദു രാജ്യം എന്ന് പറയുന്നത്. മുകളിൽ സിന്ധു നദി, അടിയിൽ സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രം, സിന്ധു സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ ഒരേ വാക്കുകൊണ്ടാണ് സംസ്കൃതത്തിൽ രണ്ടിനെയും വിശേഷിപ്പിക്കാം. സിന്ധു നദിയെയും സിന്ധു എന്ന് വിളിക്കാം, സമുദ്രത്തിൻ്റെ പര്യായമാണ്. അപ്പോൾ സിന്ധു മുതൽ സിന്ധു വരെയുള്ള പ്രദേശമാണ് ഹിന്ദുത്വ പ്രദേശം. അത് അടയാളപ്പെടുത്തി. രണ്ടാമത്തത്, അതിനുള്ളിൽ ആരാണ് പൗരർ എന്ന് പറയുന്ന രണ്ടാമത്തെ ചോദ്യം സവർക്കർ അഡ്രസ്സ് ചെയ്യുമ്പോൾ സവർക്കർ 2 സങ്കല്പങ്ങൾ കൊണ്ടുവന്നു. ഒന്ന് പിതൃഭൂമി എന്ന് പറയുന്ന സങ്കല്പം, ഫാദർലാൻഡ് എന്ന് പറയുന്ന സങ്കല്പം. അത് നമുക്കറിയാം, അന്നത്തെ എല്ലാ രാജ്യങ്ങളിലും ഒരുപക്ഷെ ആ പിതൃഭൂമി സങ്കല്പമുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണെങ്കിൽ ബ്രിട്ടീഷ് വംശജരായിരിക്കണം, അച്ഛനോ അമ്മയോ ഒക്കെ ബ്രിട്ടീഷ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇറ്റലിക്കാരാണെങ്കിൽ ഇറ്റാലിയൻ വംശജരായിരിക്കണം. എല്ലാ രാജ്യവും പിന്തുടർന്നാണ്. ആ കാലത്ത് ഇന്നത്തെ പോലെ അങ്ങനെ പൗരത്വ സങ്കല്പത്തിൽ ഒരു ആധുനികത അത്രമേൽ കടന്നു വന്നിട്ടില്ല. ഒന്ന് നാഷണൽ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടായി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പിതൃഭൂമി എന്നൊരാശയം കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചു വളർന്നതായിരിക്കണം. അതിൽ വലിയ കുഴപ്പമില്ല. കാരണം കുഴപ്പമുണ്ട്, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുഴപ്പമുണ്ട്. പക്ഷേ ഒരു ഫാസിസ്റ്റ് സങ്കല്പമല്ല അത്, നാഷണൽ സ്റ്റേറ്റിൻ്റെ സങ്കല്പമാണ്. രണ്ടാമത്തെ ആശയമാണ് സവർക്കർ തിരികെ വെച്ച ഒരാശയം. എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരു പ്രശ്നം തോന്നില്ല, കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. ഇന്ത്യ, ഈ സ്ഥലം സിന്ധു മുതൽ സിന്ധു വരെയുള്ള സ്ഥലം പുണ്യഭൂമിയുമായിരിക്കണം. ഇതാണ് 2 സങ്കല്പങ്ങൾ. ഒന്ന് പിതൃഭൂമി സങ്കല്പം, 2 പുണ്യഭൂമി. പുണ്യഭൂമി ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇപ്പം എൻ്റെ അപ്പുറത്ത്, റോഡിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ആൾ കോയയാണ്. കോയ, ഞാൻ അവിടെ വരുന്നതിന് മുമ്പ് കോയ അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും വർഷങ്ങളായിട്ട് ആ സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. അപ്പോൾ കോയയുടെ മകനോട് വിളിച്ചു ചോദിക്കുകയാണ്, നിന്റെ പുണ്യഭൂമി ഏതാണ്? അപ്പോൾ കോയയുടെ മകൻ പറഞ്ഞാൽ മെക്കയാണ്. അല്ല, നമ്മളതൊന്നും പൗരത്വത്തിൻ്റെ പോലീസൊന്നുമല്ല, നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് മെക്കയാണ്, മദീനയാണ്. ഇത് മതി പൗരത്വം ഇല്ലാതാവൻ. സവർക്കറുടെ ലക്ഷണം വെച്ചിട്ട് പുണ്യഭൂമി ഇവിടെ അല്ലെങ്കിൽ ഇവിടുത്തെ പൗരനല്ല. അല്ലെങ്കിൽ അപ്പുറത്തുള്ള ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി ചോദിക്കുകയാണ്, എൻ്റെ പുണ്യഭൂമി വത്തിക്കാനാണെന്നോ ബത്ലഹേമാണെന്നോ ജെറുസലേമാണോ എന്നും പറഞ്ഞാൽ പൗരത്വമില്ല. അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഈ എന്താ ജനനി ജന്മഭൂമിഷ്ഠ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ കാലത്താണത്. എന്ന് പറഞ്ഞാൽ
മാതൃഭൂമി എന്ന് പറയുന്ന സങ്കല്പം വലുതായിട്ട് വരുന്നു. അമരീന്ദ്രനാഥ് ടാഗോർ ഇങ്ങനെ വരയ്ക്കുന്നു, ഇന്ത്യ മാതാവിനെ, ഭാരത മാതാവിനെ വരയ്ക്കുന്നു. ആ സമയത്ത് പറയാണ് ഇത് പുണ്യഭൂമി, പിതൃഭൂമിയും പുണ്യഭൂമിയുമായിരിക്കുന്ന ആൾക്ക് ഇവിടെ പൗരത്വം കിട്ടുള്ളൂ. ആരും ചോദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്ത് എത്ര രാജ്യം ഉണ്ടാവും? പാകിസ്ഥാനിൽ ഇപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്, പൗരത്വം കിട്ടുമോ? പുണ്യഭൂമി മെക്കയല്ലേ, അപ്പുറത്ത് കിടക്കല്ലേ, അല്ലേ? അവിടെ പൗരത്വം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. യൂറോപ്പിൽ ഒരു കത്തോലിക് രാഷ്ട്രം ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാൻ പറ്റില്ല, പുണ്യഭൂമി പുറത്ത് കിടക്കുക. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഈ മതം ഉണ്ടായ സ്ഥലത്ത് 2-3 രാജ്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ തരത്തിൽ ഈ ഭൂമി എന്ന് പറയുന്ന ആശയം, ലാൻഡ്, സ്വരാജ്യം എന്ന് പറയുന്ന ആശയം ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഫാസിസ്റ്റ് ഐഡിയോളജി കയറ്റി വിടുന്നത്. അപ്പം സവർക്കർക്ക് മനസ്സിലായി ഇതിങ്ങനെ പറഞ്ഞാൽ പോരാ. ഇങ്ങനെ പറഞ്ഞാൽ പറയും ഇത് 1923 സങ്കല്പമാണ്. അപ്പോൾ സവർക്കർ പറഞ്ഞു ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂശ്ചൈവ സാവൈ ഹിന്ദു ഹൃദസ്മൃത. അപ്പം എല്ലാവർക്കും സമ്മതിച്ചില്ലേ? ഇല്ലേ? കാരണം എന്താ, സംസ്കൃതത്തിൽ പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കും. കാരണം ഇങ്ങനെ ഒരു ശ്ലോകം പുരാണത്തിലില്ല, ഉപനിഷത്തിലില്ല, വേദത്തിലില്ല. ഈ പുസ്തകം ഇംഗ്ലീഷിൽ എഴുതുന്നത്, അതിൻ്റെ ഇടയിൽ സംസ്കൃത ശ്ലോകം 4 വരി കൊണ്ടുവച്ചു. ഏത് ഉപനിഷത്തിലാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. അങ്ങനെ ഉണ്ടാക്കിയ സങ്കല്പമാണ് ഈ സവർക്കറുടെ ഹിന്ദുത്വ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം. ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമി, ഇതാണ് ഭാരത ഭൂമിക. ഇത് പിതൃഭൂ ആയിരിക്കണം, പുണ്യഭൂ ആയിരിക്കണം. അങ്ങനെയുള്ള ആളാണ് ഹിന്ദു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പൗരത്വമുള്ളത്. ഇങ്ങനെയാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോഴും പ്രശ്നമാണ്. ഈ സിന്ധു മുതൽ സിന്ധു വരെ എന്ന് പറയുന്ന പ്രശ്നത്തിൽ സവർക്കറിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ആര്യൻ്റെ ചരിത്രം വിന്ധ്യൻ്റെ അപ്പുറത്ത് നിൽക്കും, ഇങ്ങോട്ട് ആരുമില്ല, അല്ലേ? നമ്മുടെ ഇവിടെ വന്ന് ഗോറി അവിടെ ആക്രമിച്ചു, ഗസ്നി അവിടെ ആക്രമിച്ചു, മുഗളൻ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വിന്ധ്യൻ ഇപ്പുറത്ത് എന്ത് പ്രശ്നം? നമ്മൾ ഗോറിനെയും കണ്ടിട്ടില്ല, ഗസ്നീനെയും കണ്ടിട്ടില്ല, ഒരാളെയും കണ്ടിട്ടില്ല. ഈ ചരിത്രം ഒന്നും ഇവിടെ ഓടില്ല. അപ്പം ഇതാണ് വലിയ പ്രശ്നമായിരുന്നു. സവർക്കറുടെ ഐഡിയോളജിക്കൽ പ്രശ്നമായിരുന്നു, പൊളിറ്റിക്കൽ പ്രശ്നമായിരുന്നു, വേറൊരു തരത്തിൽ ചിന്താപരമായ പ്രശ്നമായിരുന്നു. അങ്ങനെ തെരഞ്ഞു നോക്കിയിട്ടും ഒരു ആര്യനും തെക്കോട്ട് കയറിയിട്ടില്ല. തെക്കിൻ്റെ ചരിത്രമാണ്. അവസാനം നോക്കിയപ്പോൾ രാമായണത്തിൽ രാമൻ ലങ്കയിൽ പോയിട്ടുണ്ട്. അപ്പം മൂപ്പരെടുത്ത് ചരിത്രപുരുഷനാക്കാണ്. ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ എതിർപ്രവർത്തനാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാ ഐതിഹ്യവൽക്കരിക്കാന്ന്, മിത്തുവൽക്കരിക്കാന്ന് പറയാ. ഇത് നേരെയാണ്, മിത്തിനെ ചരിത്രവൽക്കരിക്കുക. അങ്ങനെ സവർക്കർ പറഞ്ഞു ഇദ്ദേഹം ഈ 300 രാമായണങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഉണ്ടല്ലോ, രാമാനുജൻ്റെ വളരെ മനോഹരമായിട്ട് ലേഖനമാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ പലതരം രാമായണ വ്യാഖ്യാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സവർക്കറുടെ വ്യാഖ്യാനം ഇതൊന്നുമല്ല. സവർക്കർക്ക് ഇയാൾ ലങ്ക വരെ പോയി രാവണനെ കൊന്നു, സീതയെ വീണ്ടെടുത്തു എന്നല്ല പ്രശ്നം. തിരിച്ചു വരുമ്പോൾ സുഗ്രീവന്റെ മൈത്രി കിട്ടി, വിഭീഷണന്റെ മൈത്രി കിട്ടി, ഹനുമാന്റെ മൈത്രി കിട്ടി. എന്ന് പറഞ്ഞാൽ തെക്ക് ഈ ആര്യനോട് ആദ്യമായിട്ട് മൈത്രി പ്രഖ്യാപിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സവർക്കർ എഴുതുന്നു ഈ ധീരനായ യുവരാജാവിൻ്റെ തലയ്ക്ക് മുകളിൽ വെൺകൊറ്റ കൊട വിടർന്ന ദിവസമാണ് ഹിന്ദുത്വത്തിൻ്റെ പിറന്നാൾ എന്നാണ് സവർക്കർ എഴുതി വെച്ചത്. നമ്മൾ വിചാരിച്ച് രാമജന്മഭൂമി 98 അന്നൊന്നും സവർക്കർ മിണ്ടില്ല. ഇതിൽ നിന്നാണ് അത് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ തെക്ക് വരെ പോകണമെങ്കിൽ ഇങ്ങനെ ഒരാൾ വേണം. അതർവൈസ് നിങ്ങൾ പറയും ഇപ്പോൾ ഗസ്നി ആക്രമിക്കുമ്പോൾ നമ്മളോട് വന്ന് പറയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് പറയാണ് ഗസ്നി ആക്രമിക്കുമ്പോൾ സോമനാഥ ക്ഷേത്രം തടുക്കാൻ ആളുണ്ടാവില്ല. നമ്മുടെ ഇവിടെ ഏതെങ്കിലും ക്ഷേത്രം ആക്രമിച്ചാൽ ആ പ്രദേശത്തേക്ക് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? 36 കടത്തിയുള്ളൂ. അതിനു മുമ്പ് ഒരു ദളിതനായിട്ടുള്ള ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന അവന് ഈ ആക്രമണം തടുക്കാൻ പോയാൽ അവനാദ്യം തല്ലും. അതാണല്ലോ സ്ഥിതി. അപ്പോൾ ഈ പറയുന്ന രാമൻ എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചിട്ടാണ് ഈ തെക്ക് വരെ സിന്ധു സമുദ്രം വരെ സവർക്കർ അതിനെ വലിച്ചു നീട്ടുന്നത്. അപ്പം ഇങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, സവർക്കറുടെ ഒരു സങ്കല്പം ഉണ്ടാക്കുന്നത്. ഇന്നിതിപ്പോൾ ഈ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ ഈ പറയുന്ന ഇങ്ങനെ ഹിമാലയം തൊട്ട് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശം വളരെ പണ്ട് തന്നെ ഇന്ത്യ ആയിരുന്നു എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. ഇന്ത്യ ഹിന്ദുവിൻ്റേതാണെന്ന് പറയുന്ന സങ്കല്പം, ഭൂരിപക്ഷത്തിൻ്റെതാണ്, മെജോറിറ്റിയുടേതാണെന്ന് പറയുന്ന സങ്കല്പം
ഒരു ചെറിയ തരത്തിലെങ്കിലും കയറ്റിവിടാൻ, അബോധത്തിൽ കയറ്റിവിടാൻ ഇവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മതേതരത്വം പറയുന്ന ആളുകൾ പോലും നമ്മുടെ ഔദാര്യത്തിലാണ് ന്യൂനപക്ഷം കഴിയുന്നതെന്ന് പറയുന്ന. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുസ്ലിം ഇതൊന്നും ഉള്ളതല്ല, മറിച്ച് ഒരു ഡെമോക്രസിയിൽ മെജോറിറ്റി മൈനോറിറ്റിയും തമ്മിലുള്ള ബന്ധം ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായിരിക്കണം മെജോറിറ്റി മൈനോറിറ്റിയും തമ്മിലുള്ള ബന്ധം? മെജോറിറ്റിക്ക് എത്ര അവകാശമുണ്ടോ ആ അവകാശം മുഴുവൻ മൈനോറിറ്റിക്ക് വേണ്ടേ? ഇതാണ് അവിടെ റിയൽ പ്രശ്നം. ഗാന്ധി 46 അവസാനത്തെ 46 തൊട്ട് 48 വരെ നിരന്തരം പറഞ്ഞിരുന്ന കാര്യം അതാണ്. അത് ഗാന്ധിയുടെ ടേംസിലാണെന്ന് മാത്രം, ഒരുപക്ഷെ മോഡേൺ ടേംസിലല്ല. നിങ്ങൾ ഭാഷാപരമായ ന്യൂനപക്ഷമായിരിക്കും, അല്ലെങ്കിൽ ലിംഗപരമായ ന്യൂനപക്ഷമായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനപക്ഷം ആയാൽ മെജോറിറ്റിയും മൈനോറിറ്റിയും തമ്മിലുള്ള ഒരു ഇക്വേഷനുള്ളിൽ പ്രവർത്തിക്കുന്ന, നീതിപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഡെമോക്രസി. ആ ഡെമോക്രസിയെ പറ്റിയാണ് മുഴുവൻ സംസാരിച്ചത്. അപ്പോൾ ഇതിനെതിരെയുള്ള ആൻറ്റി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സംഗതി ഹിന്ദുത്വത്തിൻ്റെ ഇൻസെപ്ഷനിൽ തന്നെ ഉണ്ട്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് ആൻറ്റി ഡെമോക്രാറ്റിക് ആണ്, അത് ആൻറ്റി മുസ്ലിം ആണെന്നുള്ളതല്ല, മറിച്ച് അത് നമ്മൾ വിചാരിക്കുന്ന ആധുനിക ജനാധിപത്യത്തിന് തന്നെ എതിരാണ്. ഇതിൻ്റെ വളർച്ചയാണ് പിന്നെ തുടർച്ചയായിട്ട് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സവർക്കർ വെച്ചിട്ടുള്ള ഈ പറയുന്ന ഇപ്പം 7 ഷാക്കിൾസ് ഓഫ് ഹിന്ദുയിസം എന്ന് പറയുന്ന പുസ്തകം തുടർച്ചയായിട്ട്, പ്രോളിഫിക് റൈറ്റർ ആയിരുന്നു സവർക്കർ, ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല സവർക്കർ 24 ജയിലിൽ നിന്ന് പോന്ന ശേഷം 14 കൊല്ലം, ഏതാണ്ട് 37 വരെ 13 കൊല്ലം രത്നഗിരി ജില്ലയെ തടവിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു വിളംബരം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഏറ്റവും കുലീനരായ നീതിപതികൾ എന്നായിരുന്നു അവരെ പറഞ്ഞിരുന്നത്. ലോകത്തോട് മുഴുവൻ പറഞ്ഞു ഞങ്ങൾ നോബിൾ മെന്നായിരുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ സവർക്കറെ 13 കൊല്ലം കഴിഞ്ഞ് വിട്ടപ്പോൾ, ഈ ജയിലിൽ നിന്ന് വിമോചിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഹിന്ദുത്വ പുസ്തകത്തിൻ്റെ പേരിൽ, ആൻറ്റി മുസ്ലിം ആയിട്ടുള്ള കാര്യത്തിൻ്റെ പേരിൽ പിട്ടയക്കുകയാണോ എന്ന തോന്നൽ ലോകത്തിൽ മുഴുവൻ ഉളവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ പറയുന്നവരെ നിങ്ങൾ ജില്ലാ തടവിലിരിക്കണം, രത്നഗിരി ജില്ല വിട്ട് പുറത്തു പോകാൻ പാടില്ല, രത്നഗിരി ജില്ല വിട്ട് പുറത്തു പോകാൻ പാടില്ല, പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഈ 2 കണ്ടീഷനിലാണ് വിട്ടയക്കുന്നത്. അപ്പോൾ 13 കൊല്ലം രത്നഗിരി ജില്ലയിലാണ് താൻ. അതായിരുന്നു ഹിന്ദുത്വത്തിൻ്റെ ലബോറട്ടറി എന്ന് പറയുന്നത്. ആ 13 കൊല്ലാണ് ലാബ് ഹിന്ദുത്വത്തിൻ്റെ. അതാണ് നമ്മൾ ഒരു പക്ഷേ കേരളം ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. കാരണം നമ്മൾ പറയും മനുസ്മൃതി ആണ്, ബ്രാഹ്മണിസം ആണ് ഹിന്ദുയിസം എന്നൊക്കെ പറയും. ബ്രാഹ്മണിസം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പഴയ ബ്രാഹ്മണിസം അല്ല, അകറ്റി നിൽക്കുന്ന ബ്രാഹ്മണിസം അല്ല. ഉദാഹരണത്തിന് രത്നഗിരി ജില്ലയിൽ സവർക്കർ ചെയ്തത്, ആദ്യം ചെയ്ത പന്തിഭോജനാണ്. മഹറിനെ കൊണ്ട് കൂടെ ഇരുത്തി, ചമറിനെ കൊണ്ട് കൂടെ ഇരുത്തി, ഭാഗ്യനെ കൊണ്ട് കൂടെ ഇരുത്തി, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രക്രിയയായിട്ട് കാണുന്ന ഒരു കാര്യമാണ് സവർക്കർ അവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ക്ഷേത്രപ്രവേശനം നടത്തുക എന്നുള്ളതാണ്. ഒരു ക്ഷേത്രം തന്നെ പടുത്ത എല്ലാവരും കയറ്റി. പതിയത് പവൻ ക്ഷേത്രം എന്ന് പറയുന്ന രത്നഗിരിയിൽ ഒരു ക്ഷേത്രം പടുത്തിട്ട് സവർക്കർ എല്ലാ ഹിന്ദുക്കളെയും അതിൻ്റെ ഉള്ളിൽ കയറ്റി. അപ്പം ഇതും നവോത്ഥാന പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ നവോത്ഥാനം നോക്കുകയാണെങ്കിൽ പന്തിഭോജനം, അല്ലെ സഹോദരൻ അയ്യപ്പന് പുലേന അയ്യപ്പൻ എന്ന് പേരിടുന്നൊക്കെ ആ സമയത്താണ്. അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്നത് നമ്മൾ നവോത്ഥാനത്തിൽ ഏറ്റവും വലിയ ചാപ്റ്ററായിട്ടാണ് പഠിച്ചു വെച്ചത്. ഇതാണ് അവിടെ ചെയ്തത്. എന്താ വ്യത്യാസം? ആ വ്യത്യാസം സൂക്ഷ്മതയോടെ നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം ഇപ്പം കേരളത്തിൽ സവർണത, ഈ ബ്രാഹ്മണിക പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കൊണ്ട് നടക്കുന്നത് ബ്രാഹ്മണരാണോ? കേരള രാഷ്ട്രീയത്തിലെ മേൽത്തട്ടിലെ ബ്രാഹ്മണരുടെ എണ്ണം എടുത്താൽ എത്ര പേരുണ്ട്? EMS ശേഷം എത്ര പേരുണ്ട്? കേരളത്തിലെ മറ്റ് ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ഭാഗം എടുത്താൽ ബ്രാഹ്മണരായിട്ട് എത്ര പേരുണ്ട്? കേരളത്തിൽ സവർണത കൊണ്ട് നടക്കുന്നത് ആരാ? ഹിന്ദു ശൂദ്രരും പിന്നാക്കക്കാരും അതിൻ്റെ പുറത്തു കിടക്കുന്നവരാ. എന്ന് പറഞ്ഞാൽ ഇവരെ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രാഹ്മണിസം പ്രകാരം അടുപ്പിക്കാൻ പറ്റാത്ത അവരെ കൊണ്ട് ബ്രാഹ്മണിസം പറയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇത് എളുപ്പത്തിൽ നടക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ, വർഷങ്ങളോളം അടുപ്പിച്ച് നിർത്താത്ത മനുഷ്യരെ തങ്ങളുടെ ഐഡിയോളജി അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് എങ്ങനെ എത്തിച്ചു എന്നുള്ളതാണ്. ഇതാണ് രത്നഗിരി ജില്ലയിൽ നടന്നത്.
രത്നഗിരി ജില്ലയിൽ നടന്നത് എൻ്റെ സൂക്ഷ്മത പരിശോധിച്ചാൽ ഇപ്പോൾ വീട്ടിൽ പട്ടരിപ്പാട് പറയുന്ന നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ് അല്ലേ? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പറഞ്ഞാൽ പൂണൂൽ പൊട്ടിച്ച് കളയാം. ഇവിടെ അതല്ല ചെയ്യുന്നത്. ഇവിടെ സവർക്കർ ചെയ്യുന്നത് ബാങ്കിക്ക് കൊണ്ട് പൂണൂലിട്ട് കൊടുക്കുക. നീ ബ്രാഹ്മണനാണെന്ന് പറയാണ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി അകറ്റപ്പെട്ട ഒരാളെ ചേർത്തിട്ട് പിടിച്ചിട്ട് പറയുന്നു നീയാണ് ബ്രാഹ്മണൻ, ഞാനല്ല, നിനക്കാണ് ബ്രാഹ്മണ്യെന്ന് തോന്നിപ്പിക്കുക. ഇങ്ങനെ തോന്നിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹർഷം എന്ന് പറയുന്നത് ചെറുതല്ല. സവർക്കറുടെ ആ സമയത്തെ സവർക്കറുടെ ആത്മകഥയിൽ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്, ശിവു എന്ന് പറയുന്ന ഒരു മഹർ ഈ പൂണൂലിടിച്ചു കൊടുക്കുമ്പോൾ ശിവു പ്രഖ്യാപിക്കും, നിങ്ങളെല്ലാവരും നാളെ മതം മാറിയാലും ഞാൻ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി നിൽക്കും, ഞാനാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ കാവലാൾ, നിങ്ങളല്ല എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മൊബിലിറ്റി കിട്ടുമ്പോൾ ഈ സോഷ്യൽ മൊബിലിറ്റി കിട്ടുന്നവർ മുഴുവൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് തങ്ങളുടെ ലക്ഷ്യസ്ഥാനം സവർണതയാണെന്ന് ഒരു ആന്തരികമായിട്ട് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ കേരള ചരിത്രം എടുത്ത് നോക്കിയാലും അറിയാം, ബാക്കി എല്ലാ തരത്തിലും നോക്കിയാലും അറിയാം. എന്ന് പറഞ്ഞാൽ ചലനാത്മകത കിട്ടുന്നവരെ വിപ്ലവമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ചലനാത്മകത കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഏറ്റവും അടിത്തട്ടിലെ ഒരു ഐഡിയോളജിക്കൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലം തുല്യതയുടെ സ്ഥലമാണെന്നല്ല, സവർണതയുടെ സ്ഥലമാണെന്നാണ് ഉണ്ടാവുന്നത്. ഇതാണ് സവർക്കർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ്യത്തെ ബ്രാഹ്മണരുടെ ജാതി ആ ചെറിയ സ്ഥലത്ത് നിന്ന് ഈ ഹിന്ദുമതത്തിൻ്റെ അതിർത്തിയോളം വികസിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് യാഥാസ്ഥിതിക ബ്രാഹ്മണർ സവർക്കറോട് ഇടയുന്നുണ്ട്. സവർക്കർ പറയും 22 കോടിയാണ് ഹിന്ദുക്കൾ, അന്നത്തെ കണക്ക് 22 കോടിയാണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ, അതിൽ 7 കോടി ദളിതരാ, ബാക്കി 7 കോടി പിന്നോക്ക ജാതിക്കാരാ. നിങ്ങൾ ഈ കാലമൊക്കെ പോയി ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിൻ്റെ കാലം വരുമ്പോൾ എണ്ണം പ്രധാനമാണ് അല്ലേ? നീയൊക്കെ അവിടെ ഇരുന്നിട്ട് മരവിച്ച് ചാവും, ബ്രാഹ്മണ്യം പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട്. ഇപ്പം പ്രവർത്തിച്ചിട്ട് അവരിൽ തങ്ങൾ ഹിന്ദുക്കളാണെന്നുള്ള ബോധ്യം വരുത്തണം. ബോധ്യം വരുത്താൻ മാത്രമല്ല, നീ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ബ്രിട്ടീഷുകാർ സ്കൂൾ തുറന്നു, ദളിതർ സ്കൂളിൽ പോകും. നീ ഇവിടെ ഇരുന്നിട്ട് അവരെ കയറ്റരുതെന്ന് പറഞ്ഞാൽ നീ പുറത്താവും, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ലാത്തിയും തോക്കും നിന്റെ നെഞ്ചത്തേക്ക് വരും. അതുവരെ ഉണ്ടാവും നിന്റെ ധൈര്യം, അത്രയേ ഉള്ളൂ നിനക്ക് ധൈര്യം എന്ന് നമുക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കത്തെഴുതുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു റേസ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാക്കുക, ഹിന്ദു വംശം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാക്കുക വഴി ഈ ബ്രാഹ്മണ്യത്തിൻ്റെ മറ്റത് ഒരു കൂട്ടർ ബോധപൂർവം പ്രവർത്തിക്കരുത്, തന്നെത്താൻ പ്രവർത്തിച്ചോളും. കാരണം മുഴുവൻ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ചേരും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മോഡിയുടെ ഗവൺമെൻറ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആരാ പ്രസിഡന്റ് ദ്രൗപദി മുർമു, ആദിവാസി അല്ലേ? പ്രധാനമന്ത്രി ആരാ? മോഡി ആരാ? പിന്നോക്കക്കാരൻ അല്ലേ? ധനമന്ത്രി ആരാ? സ്ത്രീ, ഒരു മാർജിനൽ എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥലത്തുനിന്ന് സ്ത്രീ. ആദ്യത്തെ 3 പേര്, ഒരാൾ പ്രസിഡന്റ് ആദിവാസി, പിന്നോക്കക്കാരൻ പ്രധാനമന്ത്രി, ധനമന്ത്രി സ്ത്രീ. നമുക്ക് ഈ ഗവൺമെൻറ്റിനെ പറ്റി ഒന്നും അറിയില്ല, നമ്മൾ ഈ അവസ്ഥയിലല്ല, ഈ പറയുന്ന വ്യവസ്ഥയിലല്ല ജീവിക്കുന്നതെങ്കിൽ, പുറത്തുനിന്ന് വന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ എന്താ ചെയ്യുക? ബാക്കി ഗവൺമെൻറ്റായിട്ട് കമ്പയർ ചെയ്യും. ഇതുവരെ ഉണ്ടായ ഗവൺമെൻറ്റായിട്ട് എന്തൊരു പ്രോഗ്രസീവാ അല്ല? ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഗവൺമെൻറ്? ഇല്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കുക വഴി യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താ? ദ്രൗപദി മുർമുവിൻ്റെ ആദിവാസി ചരിത്രം അവരേന്ന് ഇല്ലാതായി, അത് നിഷ്ക്രിയമായി പോയി. പകരം ബ്രാഹ്മണ ചരിത്രത്തിൻ്റെ ഒരു എലമെൻ്റായി ബ്രാഹ്മണിസം വിളിച്ചു പറയുന്ന ഒരാളായിട്ട് അവർ മാറി. പിന്നോക്ക ചരിത്രം പോകുന്നു, സ്ത്രീയുടെ ഫൈറ്റിൻ്റെ ചരിത്രം പോകുന്നു, ഒക്കെ ഈ ബ്രാഹ്മണ ചരിത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇവരെല്ലാവരും പ്ലേസ് ചെയ്യപ്പെടുന്നു. ഇതാണ് കേരളത്തിലും നടക്കുന്നത്. കേരളത്തിൻ്റെ ഉള്ളിൽ അല്ലാതെ ഒരു തനി ബ്രാഹ്മണ പൊളിറ്റിക്സ്, മനുവാദം വെച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അല്ല. ഹിന്ദുത്വത്തിൻ്റെ പൊളിറ്റിക്സും അതല്ല, ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ രീതിയും അതല്ല. സവർക്കർ അവസാനം മരിക്കുന്നതിന് മുമ്പ് ഒരു സംഗതി പറഞ്ഞു, ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് ആൻഡ് മിലിറ്ററൈസ് ഹിന്ദുഡം. ഇതാണ് ലാസ്റ്റ് ഫാസിസത്തിൻ്റെ ഇക്വേഷൻ. നിങ്ങൾ എല്ലാ പൊളിറ്റിക്സും ഹിന്ദുവൈസ് ചെയ്യാം, ഹിന്ദുത്വവൽക്കരിക്കാം. അത് കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വവൽക്കരണം വഴി ഒരുപാട് കേഡേഴ്സ് വരും. ഇവരെ മുഴുവൻ മിലിറ്ററൈസ് ചെയ്യാം, സൈനികവൽക്കരിക്കാം. ഈ അഗ്നിവീർ എന്ന് പറയുന്ന പദ്ധതി നിങ്ങൾക്കറിയാം അല്ല? 5 കൊല്ലം കൂടുമ്പോൾ പുറത്തേക്ക് വിടുകയാണ്. ഇത് ബെലില്ലാവ് സ്കൂളാണ്, മുസോളിനിയുടെ
അതായത് ഒരു കുട്ടി പറക്കുമ്പോൾ ബലില്ല സ്കൂളിൽ പോയി ചേരും. അത് കിൻഡർ ഗാർട്ടനൊക്കെ പഠിക്കുന്ന പോലെ കായിക പരിശീലനം കൊടുക്കും, ഫാസിസ്റ്റ് ഐഡിയോളജി പഠിക്കും. അത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് അവാങ്കാർഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്കൂളിൽ പോകും. ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ കൃത്യമായിട്ട് ഫാസിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടികൾ പ്രവർത്തിക്കുന്ന പോലെ പുറത്തിറങ്ങി ഈ രാഷ്ട്രീയം പറയുന്നു വേണ്ട, മറിച്ച് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഫാസിസം ഉണ്ടായി വരും. അപ്പോൾ പിന്നെ പ്രത്യേക സൈന്യം ആവശ്യമില്ല. ഒരു കൈ കൊട്ടിയാൽ രാജ്യം തന്നെ മൊത്തം സൈന്യമായിട്ട് വരും. ഇതാണ് ഫാസിസത്തിൻ്റെ ഒരു ആത്യന്തിക ഭാവമായിട്ട് സവർക്കർ വിശേഷിപ്പിക്കുന്നത്. മിലിറ്ററൈസ് ഹിന്ദുഡം എന്ന് പറയുന്നത്. ഈ ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വലിയ രസമാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം നമ്മുടെ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇപ്പം ഞാൻ തൃശ്ശൂർ ജീവിക്കുന്ന ഒരാളാണ്. തൃശ്ശൂരത്തെ ഏറ്റവും വലിയ വിഷയം തൃശ്ശൂർ പൂരമായിട്ട് തീരുക അല്ലേ? തൃശ്ശൂർ പൂരം, കലക്കല്, വെടിക്കല്, തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്, ഇതൊക്കെ ഒരു വലിയ ലോകസഭാ മണ്ഡലത്തിലെ മുഖ്യ ഇഷ്യൂ ആയിട്ട് മാറും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ വെടിക്കെട്ട് കണ്ട ഒരാൾക്കറിയാം, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്, ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടെ അപകടം പറ്റാതിരിക്കുന്നത്. മനുഷ്യരെ യാതൊരു സുരക്ഷിതത്വത്തില്ലാത്ത സ്ഥലത്ത് പൊട്ടിക്കുന്ന അമ്മട്ടാണ്, ഒരു ചെറിയ ബോംബിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇന്ന് അത് പറയാൻ നമുക്ക് ആർക്കും പറ്റാത്ത വിധത്തിൽ ഇത് വലിയ തരത്തിൽ ആദർശവൽക്കരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും ചേലക്കര അന്തിമഹാകാളൻ കാവ് പൂരം, കൽപ്പാത്തി രഥോത്സവം, ഇതൊക്കെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് പൊന്തി വരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതുവരെ നമ്മുടെ കേരളത്തിൽ സാധ്യമായിരുന്നു. എങ്ങനെയാണ് ഈ ഹിന്ദുവൈസേഷൻ സംഭവിക്കുന്നത്? ഇന്ന് നമുക്ക് അത്തരം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കാർക്കും ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത വിധം നമ്മൾ തന്നെ ഒരു തരത്തിൽ പിൻവാങ്ങുന്ന ഒരവസ്ഥ പതുക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹിന്ദുവൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, സവർക്കർ പറഞ്ഞ ഈ ഹിന്ദുവൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സമൂഹത്തിനുള്ളിൽ സംഭവിക്കുന്നു. അപ്പം ഇത് വല്ലാത്ത തരത്തിലുള്ള അചരിത്ര ജീവികളായിട്ട് നമ്മളെ മാറ്റുന്നുണ്ട്. നമ്മളുടെ ചരിത്രം യഥാർത്ഥത്തിൽ എന്താ? ഈ ശബരിമല കത്തിയപ്പോൾ സി കേശവനോട് പറഞ്ഞപ്പോൾ, ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന സി കേശവൻ പറഞ്ഞ എന്താ? അത്രയും അന്ധവിശ്വാസം നശിച്ചു. മുഖ്യമന്ത്രി ആളുടെ റെസ്പോൺസാ. ഇന്നൊരു പഞ്ചായത്ത് മെമ്പർ അങ്ങനെ റെസ്പോണ്ട് ചെയ്യും? പറ്റില്ല. പറ്റാത്ത വിധം ആഴത്തിലെ ഒരു ഹൈന്ദവൽക്കരണം നടക്കുന്നുണ്ട്. ഈ ഹൈന്ദവൽക്കരണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ഇതൊക്കെ പുറത്ത് മതേതരവും, നമ്മളൊന്നും ഇപ്പം അങ്ങനെ BJP-യിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്താൽ നമ്മൾ പലപ്പോഴും പ്രതികരിക്കുക ഒരു പക്ഷേ ഈ പറയുന്ന ഒരു പ്രത്യേകിച്ച് ഹിന്ദു നാമധാരിയാണെങ്കിൽ പ്രതികരിക്കുക ഈ പറയുന്ന ഹിന്ദു ഫാസിസ്റ്റിന് സമാനമായ രീതിയിലാണ്. മുസ്ലിങ്ങൾ പുറത്തുനിന്ന് വന്നതാണെന്ന് പറയുന്ന ചോദ്യം, നിങ്ങൾ ഒരു സ്പെസിമെൻ സാമ്പിൾ എടുത്തിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നു മുസ്ലിങ്ങൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് 50% മുകളിൽ ആളുകൾ, ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അത് ശരിയാണെന്ന് പറയും. അത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൂടിയും ഇതിൻ്റെ ഉള്ളിൽ കൂടിയും ഒക്കെയുള്ള വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ ഈ ഹൈന്ദവൽക്കരണവും ഉണ്ടാക്കുന്നത് ഒരു അചരിത്രവൽക്കരണമാണ്. ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിമിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുക. 47 വിഭജനം നടന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ മതേതരായിട്ട് നിന്നത്? അല്ലേ, അവര് സവർക്കർ പഠിച്ച പണി 18 നോക്കിയാണ്. കാരണം വളരെ എളുപ്പമാണ്. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായി, ബാക്കി ഹിന്ദു രാഷ്ട്രം അല്ലേ? ഇവിടെ ശ്രീധരൻപിള്ള സുവർണാവസരം എന്ന് പറയുന്നത് കണ്ടില്ലേ? അതിൻ്റെ ഇരട്ടി 100 സുവർണാവസരമാണ് ഇസ്ലാമികൾക്ക്. മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രം ഉണ്ടായി, ബാക്കി ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ടോക്കൺ ചെലവാകുന്ന ഏറ്റവും എളുപ്പ സന്ദർഭമായിരുന്നു. എന്തുകൊണ്ട് അത് നടന്നില്ല? രണ്ട് ഉത്തരവുള്ളൂ. ഒന്ന്, ഇന്ത്യയിലെ എല്ലാ പ്രധാന നേതാക്കളും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, സോഷ്യലിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ, അംബേദ്കറെ പോലെ ഒറ്റയന്മാരായിക്കൊള്ളട്ടെ, എല്ലാവരും സെക്യുലറിസം എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി നിന്നു. പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്, ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും പാകിസ്ഥാനിൽ പോയില്ല. അത് വലിയ പോയിന്റാണ്. എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇന്ത്യയിൽ ഒരു ചോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് ചോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കാണ്. ഈ ഇന്ത്യൻ മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ രാജ്യസ്നേഹം തെളിയിച്ചത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന
നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുന്ന ഈ മുസ്ലിങ്ങളുടെ മുൻ തലമുറയാണ് രാജ്യസ്നേഹം തെളിയിക്കാൻ അവസരം കിട്ടിയ ഒരേ ഒരു കൂട്ടർ. ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ. അവരുടെ മക്കളോടാണ് ഈ രാജ്യസ്നേഹം ചോദിക്കുന്നത് അല്ലേ? ആരാ ചോദിക്കുന്നത്? ചോദിക്കുന്നത് ഇന്ത്യൻ ദേശീയതയുടെ കാവലാളായിട്ട് ചമയുന്ന ആളുകൾ. ഇവർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അയൽവക്കത്തുകൂടെ പോയിട്ടില്ല. ഹെഡ്ഗേവാർ പറഞ്ഞത്, RSSന്റെ ഹെഡ്ഗേവാർ പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാണ്ട് നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കാതെ നിങ്ങൾ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗത്തു കൂടെ പോവാത്ത മനുഷ്യർ, ഒരു ചോയ്സ് എടുത്ത മനുഷ്യരുടെ പിൻതലമുറയോട് രാജ്യസ്നേഹം ചോദിക്കുന്നു. ഇതിൻ്റെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ RSSന് നിരോധിക്കുന്നുണ്ട്. ഗാന്ധിവാദം കഴിഞ്ഞ് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി 4-ന് 30-ന് ഗാന്ധിയെ കൊന്നു. ഫെബ്രുവരി 4-ന് RSSന് നിരോധിക്കുന്നുണ്ട്. ആ നിരോധനത്തിൻ്റെ കടലാസ് വായിച്ചു നോക്കിയാൽ ഞെട്ടിപ്പോവും. 2 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. നിരോധിക്കുന്നതിൻ്റെ കാരണം ഗാന്ധിവാദത്തിന് വഴിയൊരുക്കി എന്ന് പറഞ്ഞിട്ടാണ്. ഗോൾവാൾക്കർ ചെന്നിട്ട് അന്ന് സർദാർ പട്ടേലിൻ്റെ അടുത്ത് റിക്വസ്റ്റ് കൊടുക്കും, അതായത് ഞങ്ങളുടെ നിരോധനം പിൻവലിക്കണം. അതിന് മറുപടി പറയുന്ന കത്തിൽ പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിക്കണം. ഒന്ന് എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചിട്ടില്ല. ത്രിവർണ്ണ പതാക അംഗീകരിച്ചിട്ടില്ല. കാവിക്കൊടിയാണ്, ജെറുവ ഫ്ലാഗാണ് അവർ പറയുന്നത്. രണ്ടാമത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുക, ഇവരതിനെ അംഗീകരിച്ചിട്ടില്ല, അത് അംഗീകരിക്കണം. ഇത് രണ്ടും നിർബന്ധിതമായി ഒപ്പിട്ട് കൊടുത്തിട്ടാണ്. അപ്പോഴും സമ്മതിച്ചില്ല. നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം. നിങ്ങൾ ഭീകര സംഘടനയാണ്, ഒളി സംഘടനയാണ്, നിങ്ങളുടെ പ്രസിഡന്റ് ആരാണ്, സെക്രട്ടറി ആരാണെന്ന് ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചട്ടം ഉണ്ടാക്കണം. അങ്ങനെ ബാലാ സാഹേബ് ദേവരസിനെ കൊണ്ട് അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് പിൻവലിച്ചത്. എന്ന് പറഞ്ഞാൽ ദേശീയ പതാകയെ അംഗീകരിക്കാത്തവർ, ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ അംഗീകരിക്കാത്ത മനുഷ്യർ, അവരിപ്പം ദേശീയ പതാക എന്താ പറയുക, ഇന്ത്യയിലെ മുഴുവൻ നഗരങ്ങളിലും വലിയ ദേശീയ പതാകകൾ പാറിച്ച് അതിൻ്റെ കാവലാളുകളായിട്ട് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ നമ്മൾ അതിനെ നിങ്ങൾ മാത്രമല്ല നമ്മളാണെന്ന് പറയും. നിങ്ങൾ എതിർത്തിരുന്നവരാണ്. നിങ്ങൾ ആ നാഷണാലിറ്റിനെ, ഇന്ത്യൻ നാഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ തന്നെ എതിർത്തിരുന്ന മനുഷ്യരാണെന്നുള്ള യാഥാർത്ഥ്യം എത്തിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട എലമെൻറ്റിൽ, ഒന്ന് റിലീജിയൻ എന്ന് പറയുന്ന എലമെൻറ്റും ഒന്ന് നാഷൻ എന്ന് പറയുന്ന എലമെൻറ്റും, ഇതിൽ രണ്ടിലും വ്യാജ ചരിത്രം കൊണ്ട് മുഴുവനായിട്ട് നിറയ്ക്കുമ്പോൾ നോന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ PG വിചാരിച്ച പോലെ ജ്ഞാനത്തിൻ്റെ വിതരണം എന്ന് പറയുന്നത് എംപവർമെൻ്റ് ആണ്, മനുഷ്യരുടെ എംപവർമെൻ്റ് ആണ്. നിങ്ങൾ ഒരു സംഗതി വിതരണം ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന അറിവ് വിതരണം ചെയ്യാന്ന് പറഞ്ഞാൽ, ചരിത്രം വിതരണം ചെയ്യാന്ന് പറഞ്ഞാൽ അത് മനുഷ്യരെ എംപവർ ചെയ്യിക്കലാണ്. അതിന് വേണ്ടിയിട്ടുള്ള സംഗതിയാണ് അറിവെന്ന് പറയുന്നത്. അല്ലാതെ പറയുന്ന പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ സെമിനാറിൽ സംസാരിക്കാനോ ഒന്നുമല്ല. മനുഷ്യരെ എംപവർ ചെയ്യിക്കാനുള്ള സംഗതിയാണ് ലോകത്തെ എല്ലാ അറിവുകളും. അത് PG ജീവിതകാലം മുഴുവൻ ചെയ്തിരുന്നു. അതുകൊണ്ട് അത് ഈ 12 വർഷത്തിന് മുമ്പ് ഇപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ അത്തരം മനുഷ്യർ ഈ നൈതിക മൂല്യങ്ങളെ സമൂഹത്തിൽ നിലനിർത്തുന്നതിൽ, വ്യക്തികൾക്കുള്ളിൽ നിലനിർത്തുന്നതിൽ വഹിച്ച പങ്കെന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അത് വീണ്ടും വീണ്ടും തിരിച്ചറിയുകയും പറയുകയും ചെയ്യുക വഴി നമ്മളും ആ നൈതിക മൂല്യത്തിൽ പങ്ക് പറ്റുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി നേരം കൂടുതലെടുത്തു എന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഇത് അത്രയും നേരം എടുക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടി ഈ സ്മാരക പ്രഭാഷണം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ സംഘാടക സമിതിക്ക്, പ്രത്യേകിച്ച് ജയരാജേട്ടന് വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.